ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു പാവയ്ക്ക മെഴുകുവരട്ടി പരിചയപ്പെടാം. പാവയ്ക്ക മെഴുകുവരട്ടി സ്പെഷ്യലായിട്ടുള്ളൊരു വെജിറ്റേറിയൻ ഡിഷാണ്. നമുക്ക് ആദ്യം തന്നെ കടുക് പൊട്ടിച്ച് അതിലേക്ക് തേങ്ങക്കൊത്ത് നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വാടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് ഒരു സവോളയും ആവശ്യത്തിന് പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നന്നായിട്ട് നമ്മളിവിടുത്തെ കടും കളറിലുള്ള പച്ച കളറിലുള്ള പാവയ്ക്കാണെങ്കിൽ ഒരുപാട് കയ്പില്ല, നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു വെജിറ്റേറിയൻ ഡിഷാണത്. പാവയ്ക്ക തോരൻ വേണമെങ്കിലും വെക്കാം, പക്ഷേ മെഴുക്കുവരട്ടിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നന്നായിട്ട് നമ്മൾ വഴന്ന് വരണം. ചെറിയ തീയിൽ വെച്ച് കരിഞ്ഞു പോകാതെ വേണം വാട്ടിയെടുക്കാൻ. ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ആവശ്യമായ തീ കുറച്ച് വെച്ചിട്ട് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്നുകൂടെ സോട്ട് ചെയ്തെടുക്കുക. അതിലേക്ക് നമുക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് പച്ചമണം ഒന്ന് മാറി വരാൻ വേണ്ടി എണ്ണയ്ക്കകത്ത് മൂപ്പിച്ചെടുക്കണം. എണ്ണയ്ക്കകത്ത് നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും നമുക്കതിനകത്തേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന പാവയ്ക്ക കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഒട്ടും വെള്ളം ചേർക്കാതെ വേണം നമ്മൾ മെഴുക്കുവരട്ടി തയ്യാറാക്കിയെടുക്കാൻ. പാവയ്ക്ക കഷ്ണങ്ങളും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വാട്ടിയെടുക്കുക. കഷ്ണങ്ങളിലേക്കെല്ലാം ഉപ്പും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സായി വരുന്നിടം വരെ നമ്മൾ ചെറിയ തീയിലിട്ട് ഒരു 2 to 3 മിനിറ്റ്സ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത് പെട്ടെന്ന് തന്നെ ഇത് വെന്ത് വരും. അതിൽ നമുക്കൊരു 3 to 4 മിനിറ്റ്സോളം അടച്ചു വെച്ചതിന് ശേഷം വേവിച്ചെടുക്കാം. നമ്മളിവിടെ റിങ് പോലെ വട്ടത്തിലരിഞ്ഞ് ഹാഫ് മൂൺ ഷേപ്പിലാണ് ഇത് കട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അരിഞ്ഞു കൊടുക്കാം. മെഴുക്കുവരട്ടിക്ക് നോർമലി ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കാറ്. അപ്പോൾ ഒരു തവണയെങ്കിലും എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല രുചികരമായിട്ടുള്ള പാവയ്ക്ക മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിരിക്കുന്നു. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് യുവർ വീഡിയോ. സീ വിത്ത് അനദർ വീഡിയോ. ഇനി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇനി അടുത്ത റെസിപ്പിയായിട്ട് കാണുന്നിടം വരെ ഗുഡ് നൈറ്റ്. സീ വിത്ത് അനദർ വീഡിയോ.